പണ്ടത്തെ ഉമ്മർ ബാലങ്കെ നായർ, പിന്നെ ടി ജി രവി, ഇവരൊക്കെ സ്ത്രീകളെ റേപ്പ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം വരുമല്ലോ. അപ്പം അവിടെ സ്ഥിരം പറയുന്നൊരു ഡയലോഗാണ്, നിനക്കൊന്നും അമ്മയും പെങ്ങളും ഇല്ലേടാ എന്ന്. ഇന്ന് തിരിച്ച് നിനക്കൊന്നും അച്ഛനും ആങ്ങളമാരും ഇല്ലേടി എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലാണ്. തമാശ രൂപേണയാണ് ഈ ചോദ്യം മറുപടി പറഞ്ഞെങ്കിൽ ഈ തമാശ മാറി അതിനെ വിളിക്കും ഭയങ്കര ഗൗരവമാണ്. കാര്യം അതിന്റെ കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം എടുത്തു നോക്കൂ. സ്ത്രീകൾക്ക് ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ലിംഗാധിഷ്ഠിതപരമായ, സെക്ഷുവലായ, ജെൻഡർ ബേസ്ഡ് ആയ വയലൻസ് ഒരു സംശയവുമില്ല സ്ത്രീകളാണ് കൂടുതൽ ഫേസ് ചെയ്യുന്നത്. അതിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം, വനിതാ കമ്മീഷൻ വേണം, എല്ലാ മെക്കാനിസവും വേണം. പക്ഷേ പുരുഷനും പ്രശ്നമുണ്ട്, അതും അഡ്രസ് ചെയ്യപ്പെടണം. അത് മാത്രമാണ് നമ്മൾ പറയുന്നത്. സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കണം, സ്ത്രീകൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കണം, പക്ഷെ പുരുഷന് അവഗണനയാവരുത്. അവിടെയാണ് ഞാൻ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ആളല്ല. പകരം സ്ത്രീ പുരുഷ വൈവിധ്യത്തിന് വേണ്ടിയും സ്ത്രീകൾക്ക് കൂടുതൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. ശരിക്കും ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ, ഈ വ്യാജ ആരോപണങ്ങളും കേസുകളും ഒക്കെ വരുന്ന സമയത്ത് അത് കൂടുതലും ബാധിക്കുന്ന സത്യം പറഞ്ഞ സ്ത്രീകളെ തന്നെയായിരിക്കും. കാരണം അത്തരത്തിൽ ജെന്യുവൻ കേസുകൾ വരുന്ന സമയത്ത് ആൾക്കാർ വിശ്വസിക്കാതാവും.